CAA കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉടൻ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. BJP നൽകിയ പരാതിയിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുപടം ചേരുന്നുണ്ട്. അഖിൽ, CAA കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് CAA വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ കേസ് കോടതിയിൽ എത്തിക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. ആ നടപടിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം എങ്ങനെയാണ് സർക്കാരിന് ഒരു സർക്കുലർ ഇറക്കാൻ കഴിയുക, അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാൻ അത് നിയമപരമായി സർക്കാരിന് അധികാരമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അധികാരവും ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് CAA കേസ് LDF തന്നെ കേരളത്തിൽ വലിയ പ്രചാരണ വിഷയമായിട്ട് എടുക്കുന്നുണ്ട്. കോൺഗ്രസ് ഈ CAA വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ മൗനം ആണ് ഉണ്ടായിരുന്നത്. ഈ BJPയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രചരണ തന്ത്രമായിട്ട് LDF ഉയർത്തിക്കാട്ടിയിരുന്നു. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു സർക്കാർ ഈ വിജ്ഞാപനം ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ വിജ്ഞാപനത്തിൽ പറയുന്നത് തന്നെ CAA ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള എല്ലാ കേസുകളും അടിയന്തരമായി പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കണമെന്നതായിരുന്നു നിർദ്ദേശമായി ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നത്. അതിന്റെ പകർപ്പ് സഹിതമായിരുന്നു BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും അദ്ദേഹം അതിനുശേഷം അതിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ആ പരാതിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകണമെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അഖിൽ, ഇതിൽ എടുത്തു പറയേണ്ടത് BJPയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷാണ് പരാതിക്കാരൻ. പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. BJP ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ നടത്തുന്ന ഈ തീരുമാനത്തിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ ആവശ്യപ്പെട്ടതാണ് CAA കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട് എങ്കിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് ഉണ്ടായ കേസുകൾ, അയ്യപ്പ വിശ്വാസികൾക്ക് മേലുണ്ടായ കേസുകൾ പിൻവലിക്കാൻ എന്തേ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം BJP തന്നെ ഉയർത്തിയിരുന്നു. ആ ഘട്ടം കൂടി നിലനിൽക്കുമ്പോഴാണ് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പരാതി നൽകിയത്. ആ പരാതിന്മേലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് CAA കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. ഉടൻ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. BJP നൽകിയ പരാതിയിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. CAA വിഷയമാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും CPMും മുഖ്യ പ്രചരണ അജണ്ടയായിട്ട് പ്രചരണ തന്ത്രമായും പ്രചരണ വിഷയമായും ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള CPMന്റെ നേതാക്കൾ പ്രസംഗിക്കുന്ന വേളയിലെല്ലാം തന്നെ പാർലമെന്റിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് CAA നടപ്പിലാക്കിയാൽ അതുണ്ടാകില്ല. ഒരു മതവിഭാഗത്തെ വേട്ടയാടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവരുന്നത് എന്ന തരത്തിൽ ഒരു ജനവിഭാഗത്തിന്റെ വോട്ട് മാത്രം തേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രധാനമായി മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ടയായി ഇതിനെ മാറ്റാൻ ശ്രമിക്കുക ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പല വേദികളിലും മുഖ്യമന്ത്രി പങ്കെടുത്ത എല്ലാ പൊതുയോഗങ്ങളും LDFന്റെ പൊതുയോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഈ കാര്യമാണ് ഉയർത്തിക്കാട്ടിയത്. ഏറ്റവും അവസാനം ഇന്നലെ വയനാടിലുള്ള LDFന്റെ പൊതു യോഗത്തിലും മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിലേക്ക് വേണ്ടിയും CAA വിഷയമായിരുന്നു ഉയർത്തിക്കാട്ടിയിരുന്നത്. ആ ഉയർത്തിക്കാട്ടുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് CAA വിഷയവുമായി ബന്ധപ്പെട്ട LDF ആണ് ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് തന്നെ LDFനെ വിജയിപ്പിക്കണം എന്നതൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ചില അവകാശവാദങ്ങളും. അതുകൊണ്ട് തന്നെയാണ് CAA വിഷയത്തിൽ എടുത്ത കേസുകൾ നമ്മൾക്ക് അറിയാവുന്നതുപോലെ തന്നെ CAA വിഷയം വരുന്ന സമയത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാകുന്നു. കടകമ്പോളങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ചില ഹിന്ദു വിശ്വാസികളുടെ കടകമ്പോളങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഹർത്താൽ
ഹർത്താലുകൾ തന്നെ, അപ്രഖ്യാപിതമായ ഹർത്താൽ തന്നെ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചില മതന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കലുഷിതമായ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ഉള്ള കേസുകളാണ് CI വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഒന്നും തന്നെ കടന്നിരുന്നില്ല. ആ കേസാണ് ഇപ്പോൾ പിൻവലിക്കുന്നതിലേക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്നതിലേക്ക് വേണ്ടി സർക്കാർ അതിന്റെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി പോലീസിനോട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിനൊരു വിജ്ഞാപനം ഇറക്കിയത്. ആ വിജ്ഞാപനത്തെ ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഇത് ചട്ടവിരുദ്ധമായി നിയമലംഘനമാണ്, അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പരാതി നൽകുന്നത്. ആ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മതന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിക്കുന്നതിലേക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ചില പൊറോട്ട് നാടകങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ഈ സർക്കാർ പുറത്തിറക്കിയ ഇത്തരത്തിലുള്ള ഒരു വിജ്ഞാപനം അത് റദ്ദു ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJP പരാതി നൽകിയിരുന്നത്. ആ പരാതിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ആ വിശദീകരണം അടിയന്തരമായി തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ചോദിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കാൻ എന്ത് അധികാരമാണ് സർക്കാരിനുള്ളത്, ആ അധികാരം എന്താണ് എന്നുകൂടി നിങ്ങൾ വിശദീകരിക്കണം എന്നതാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആതിര, അഖിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ CAA-യുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെ മുൻതൂക്കം കൊടുക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM ആകട്ടെ, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ചിഹ്നത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ്, അവരുടെ ദേശീയ പദവി നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അടക്കം പോയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കൊക്കെ തന്നെ തിരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി തിരിച്ചു വരേണ്ടി വരും. അവിടെ ഇരിക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഡൽഹി സ്റ്റേറ്റ് സെക്രട്ടറിയായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അപ്പോൾ അഖിലേന്ത്യാ പാർട്ടി എന്ന ആ പദവി നിലനിർത്തുന്നതിലേക്ക് വേണ്ടി, പാർട്ടി നിലനിർത്തുന്നതിലേക്ക് വേണ്ടി, ചിഹ്നം നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. അല്ലെങ്കിൽ ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ കിട്ടുമോ എന്നുള്ള ആശങ്ക തന്നെ ആ പാർട്ടിയുടെ കേന്ദ്ര നേതാവ് പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാൻഡേറ്റ് ജനങ്ങളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ നേടുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം സംബന്ധിച്ചിടത്തോളം സർക്കാർ രണ്ടാം തവണയും സർക്കാർ അധികാരത്തിലേറുന്നു. ആ തവണ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ആണെന്ന വലിയ അവകാശവാദം സർക്കാരും CPM-ഉം LDF-ഉം ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടിയതാണ്. അതിനുശേഷമുണ്ടായ ബൈ ഇലക്ഷനുകളൊക്കെ തന്നെ അത് സർക്കാരിന് തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നത് ഏക ഒരു സീറ്റാണ്, ആലപ്പുഴയിൽ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മെച്ചപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഇത്തവണത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി മറികടക്കാൻ സർക്കാർ പല വഴിയും നോക്കുന്നു. ആ ഒരു വഴിയാണ് CA എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആതിര, ഈ നവകേരള സദസ്സും അതുപോലെയുള്ള ധൂർത്ത് പരിപാടികളും ഒക്കെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിന് ഒരു തിരിച്ചടിയായി പറയാൻ സാധിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുമുള്ള തിരിച്ചടികൾ കഴിഞ്ഞ കുറേ നാളുകളായി ലഭിക്കുന്നുണ്ട്. നവകേരള സദസ്സിനു ശേഷം ആ ബസ് തുടങ്ങിയ ബസ്സിലെ അടി മുതൽ തുടങ്ങിയ തിരിച്ചടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം കോടതി തന്നെ ചോദിച്ചു, സർക്കാർ നടത്തിയ ഈ നവകേരള സദസ്സ് കൊണ്ട് എത്ര മെച്ചമാണ് ജനങ്ങൾക്കുണ്ടായത് എന്ന് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര അന്വേഷണം തന്നെ അതിന്മേൽ ഉണ്ടാകുന്നു. ആ വാർത്ത ആദ്യം നൽകുന്നതും ജനം TV-യാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ തവണ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ED വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ കരുവന്നൂരിലെ ED അന്വേഷണം, അത് കരുവന്നൂരിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപ തുക അടിച്ചു മാറ്റിയത് CPM-ന്റെ രണ്ടാമത്തെ ഒരു അക്കൗണ്ടിലേക്കാണ് എന്നുള്ള ഒരു തരത്തിലേക്കുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു തെളിവുകൾ പോലും പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കച്ചിത്തുരുമ്പുകളും LDF-ഉം പിടിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം UDF-നെ സംബന്ധിച്ചിടത്തോളം മതവർഗീയ സംഘടനയായിട്ടുള്ള SDPI പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ SDPI പിന്തുണ പ്രഖ്യാപിച്ചാൽ മലബാർ മേഖലകളിലെ ഏതെങ്കിലും ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട് എങ്കിൽ ആ വിജയസാധ്യത മങ്ങും എന്നുള്ളൊരു ആശങ്കയും LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് കാസർകോട്ടെ
ഷഫീസിന്റെ ആ കൊലപാതകത്തിലെ വിധിയും ആ സർക്കാരിനുണ്ടാകുന്ന ഒരു തിരിച്ചടി. കഴിഞ്ഞ ദിവസം അതിൽ പോലും മൗനം പാലിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിന്റെ കൂട്ടത്തിലാണ് ഈ വിശദീകരണം കൂടി എന്നത് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. അതിരാ അഖിൽ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കൃത്യമായ പ്രീണനം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു നീക്കം പാളിയെന്ന് തന്നെ പറയാമല്ലേ? ശബരിമല കേസും പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കേസ് പോലും പിൻവലിച്ചില്ല. 80-ലധികം CA കേസുകളാണ് പിൻവലിച്ചിരിക്കുന്നത്. ഈ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനമെടുക്കുന്നതിൽ ഒരു കീഴ്വഴക്കമുണ്ട്. ആഭ്യന്തര മന്ത്രാലയം ആ കേസ് അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ പോലീസിന്റെ ക്ലിയറൻസിന്റെ ആയിട്ടുള്ള ഒരു നോട്ടീസ് നൽകാറുണ്ട്. ആ ക്ലിയറൻസ് കേസിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സംഭവമാണോ, ആ സംഭവത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും സംഘടന അതിൽ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ആ സമരങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമങ്ങളിലോ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ക്ലിയറൻസ് കിട്ടിയതിനു ശേഷമായിരിക്കും കോടതിയെ സമീപിക്കുക ആഭ്യന്തര വകുപ്പ്. അവിടെ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കേസുകളൊക്കെ തന്നെ ഘോഷ് ചെയ്യുന്നതിലേക്ക് വേണ്ടി കോടതി അനുമതി നൽകുക. അതിനുശേഷമായിരിക്കും ആ കേസുകളൊക്കെ തന്നെ പിൻവലിക്കുക. ശബരിമല കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ്, ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസുകളും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോഴാണ് അതിനുശേഷം മൂന്നാമത് വന്ന CA കേസുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ഈ സർക്കാർ തയ്യാറായിരിക്കുന്നത്. ആതിര.